കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ 5ാം വാർഷികം, 5ാം വർഷ ജലയാന സംഗമം, കർമ്മശ്രേഷ്ഠ പുരസ്കാര വിതരണം, പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം എന്നിവ അതിവിപുലമായ ചടങ്ങുകളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വടക്കാഞ്ചേരി പാലസ് റോഡിലുള്ള ലയൺസ് ക്ലബ്ബ് ഹാളിലാണ് ചടങ്ങുകൾ നടക്കുക. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ജലായന സംഗമത്തിന്റെ 5ാമത് വാർഷികം ഉദ്ഘാടനം നിർവഹിക്കും. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ മുഖ്യ അതിഥിയായിരിക്കും. വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ജലയാന സംഗമത്തിൽ പങ്കെടുത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 3 ജനപ്രതിനിധികളെ ചടങ്ങിൽ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് ആദരിക്കും. ക്ലബ്ബ് ഡയറക്ടർ രഞ്ജിത്ത് K. രാജൻ സ്വാഗതവും സെക്രട്ടറി K. മണികണ്ഠൻ നന്ദിയും പറയും. വടക്കാഞ്ചേരിയിൽ 30 വർഷക്കാലമായി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന റിട്ടയർഡ് ജില്ലാ സൂപ്രണ്ട് ഡോക്ടർ PS മോഹൻദാസിന് ഈ വർഷത്തെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചടങ്ങിൽ വെച്ച് സേവ്യർ ചിറ്റിലപ്പള്ളി MLA സമ്മാനിക്കും. 750-ൽ പരം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശാസ്ത്രീയമായ രീതിയിൽ നീന്തൽ അഭ്യസിപ്പിച്ച അക്വാട്ടിക് അസോസിയേഷൻ ഭാരവാഹി MV ജയപ്രകാശ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നീന്തൽ വിഷയാവതരണം നടത്തും. ജലയാനത്തിൽ നീന്തൽ അഭ്യസിച്ച് SSLC, CBSE, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. ഏപ്രിൽ 1 മുതൽ മെയ് 17 വരെ നടന്ന നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. ഗോൾഡൻ ഇമ്പോർട്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ KA അബ്ദുൾ റഹ്മാൻ, മാക്സ് കെയർ സർവീസ് ഉടമ CV വർഗീസ് എന്നിവർക്ക് ബിസിനസ് എക്സലൻസി അവാർഡുകൾ ചടങ്ങിൽ വെച്ച് നൽകി ആദരിക്കും. 44 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ത്യയിലെ വിവിധ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ സെക്രട്ടറിയായും അരുണാചൽ പ്രദേശ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ ക്യാബിനറ്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ച് വിരമിച്ച മാരാത്തുകുന്ന് സ്വദേശി KR രമേശ് കുമാറിനെയും ചടങ്ങിൽ ആദരിക്കും. കൂടാതെ സെർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ രോഗനിർണയ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയ ഡിസ്ട്രിക്ട് അഡ്വൈസർ ഡോക്ടർ KA ശ്രീനിവാസൻ, വടക്കാഞ്ചേരി വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, സെക്രട്ടറി PK ശോഭ, ക്യാമ്പിന് സൗകര്യങ്ങളൊരുക്കിയ ശാസ്ത ക്ലിനിക് കെയർ ഡയറക്ടർ CG സുനിൽകുമാർ എന്നിവരെയും ആദരിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പുരസ്കാര വിതരണത്തിന് ശേഷം നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പുതിയ പ്രസിഡന്റായി രഞ്ജിത്ത് K. രാജൻ ചുമതലയേൽക്കും. ചടങ്ങിൽ റീജിയണൽ ചെയർപേഴ്സൺ NA നസീർ, സോൺ ചെയർപേഴ്സൺ വിൽസൺ കുന്നംപിള്ളി, വടക്കാഞ്ചേരി കൊച്ചിൻ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് തങ്കച്ചൻ സക്കറിയ, സീനിയർ മാധ്യമപ്രവർത്തകനും കേരളവർമ്മ വായനശാല പ്രസിഡന്റുമായ V. മുരളി, ജലയാനം സംഘാടക സമിതി ചെയർമാനും മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ PN ഗോകുലൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ PS സുഭാഷ് പുഴയ്ക്കൽ, K. മണികണ്ഠൻ, KV വത്സലകുമാർ, രഞ്ജിത്ത് K. രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിങ്ങൾക്കറിയാം, ജലയാനം സംഗമം 5ാം വർഷം കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സേവ്യർ ചിറ്റിലപ്പള്ളി, മുഖ്യാതിഥി മിനി അരവിന്ദൻ, അതുപോലെ PN സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം. പിന്നെ ഇതിൽ ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ന്യൂസ്, നമ്മുടെ മോഹൻദാസ് ഡോക്ടർക്ക് ഒരു കർമ്മശ്രേഷ്ഠ അവാർഡ് കൊടുക്കുകയാണ്. അത് ലയൺസ് ക്ലബിൻ്റെ ബോർഡ് മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് അത് നമ്മളത് കണ്ടുപിടിച്ചത്. പല ഡോക്ടർമാരും ലിസ്റ്റിൽ വന്നുവെങ്കിലും മോഹൻദാസ് ഡോക്ടറാണ് 30 വർഷമായിട്ട് വടക്കാശ്ശേരിയിൽ ഒരുപാട് പരിക്കാരെ, ഒരുപാട് കോവിഡ് രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ശരീരം മറന്നുകൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കർമ്മശ്രേഷ്ഠ അവാർഡ് വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബ് കൊടുക്കുകയാണ്. ലയൺസ് കർമ്മശ്രേഷ്ഠ അവാർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കർമ്മശ്രേഷ്ഠ എന്നുള്ളത് ഇപ്പോൾ വേറെ സംഘടന കൊടുക്കുമ്പോൾ അതിൻ്റെ കർമ്മശ്രേഷ്ഠ എന്ന രീതിയിൽ തന്നെ സെൻട്രൽ ലയൺസ് ക്ലബ്ബ് കൊടുക്കുന്ന ഒരു കർമ്മശ്രേഷ്ഠ അവാർഡാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഈ 3 പ്രതിനിധികൾ വരുന്നുണ്ട്, ജനപ്രതിനിധികൾ. ഈ 3 ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം, അതായത് മുനിസിപ്പൽ ചെയർപേഴ്സൺ MLA PN സുരേന്ദ്രൻ ആദ്യമായിട്ടുള്ള ജലയാന സംഘമാണ്. അപ്പോൾ അവർ ആദരിക്കുന്നത് നമ്മൾ മെമന്റോയും എല്ലാം കൊടുത്ത് ആദരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അദ്ദേഹത്തെ ഒരു ദ്രോണാചാര്യം തന്നെ പറയാം. ജയപ്രകാശ് മാഷ് ഏകദേശം 750ഓളം കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മുടെ വടക്കാശ്ശേരി നഗരസഭാ തലത്തിലും വേലൂർ പഞ്ചായത്ത് വരുന്നുണ്ട്, ഇത് ചേലക്കര പഞ്ചായത്ത്, മുഴുവത്തര പഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിലെല്ലാം പടർന്ന് കിടക്കുന്ന ഒരു 750ഓളം നീന്തൽ അഭ്യസിച്ചു പോയവരുണ്ട്. ഇതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അതുപോലെ തന്നെ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്.
ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ചടങ്ങിൻ്റെ ചെറിയൊരു ബ്രീഫ് പറഞ്ഞ്. രണ്ടാം സെഷൻ 2 മണിക്കാണ് ആരംഭിക്കുന്നത്. അതിൽ പുതിയ പ്രസിഡന്റ് You are watching VCV News.